എവിടെയും പോയിട്ടില്ല. കുഞ്ഞുഞ്ഞ് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. 10 100 1000 ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലാണ് ഉമ്മൻചാണ്ടി എന്ന പുതുപ്പള്ളിക്കാരനായ കുഞ്ഞുഞ്ഞ് ജീവിക്കുന്നത്. 2010 പുറത്തിറങ്ങിയ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൽ എന്ന സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഉമ്മൻചാണ്ടി എന്നാൽ ഒരാളെ ഉള്ളൂ എന്ന്. വർഷങ്ങൾക്കിപ്പുറം 2024 ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ ആ ഡയലോഗ് അർത്ഥവത്താണെന്ന് പുതുപ്പള്ളി തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. മരത്തിൽ നിന്ന് കൊഴിയാൻ മടിക്കുന്ന പൂക്കൾ പോലെ ഇന്നും ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിൽക്കാനാണ് പുതുപ്പള്ളിക്കാർക്ക് ഇഷ്ടം. 1-ാം ചരമവാർഷികത്തിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ആൾത്തിരക്കാണ്. MLA ആയിരുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ കാരോട്ട് വള്ളക്കാലിലെ വീട്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം പുതുപ്പള്ളിയിലെ മിക്ക വീടുകളിലും ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോകൾ സൂക്ഷിച്ചിട്ടുണ്ട്. 53 കൊല്ലം പുതുപ്പള്ളിക്കാർ തുടർച്ചയായി ഉമ്മൻചാണ്ടിയെ വിജയിപ്പിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയക്കാരനിൽ കാണാൻ സാധിക്കാത്ത നന്മയുള്ള അപൂർവ നേതാവായിരുന്നു പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ്. ആളുകളുടെ ഇടയിൽ ജീവിച്ച് ആൾത്തിരക്കിനെ ജീവവായുവാക്കിയ നേതാവിനെ ഒറ്റയ്ക്കാക്കാൻ ജനങ്ങൾക്ക് ആവില്ലല്ലോ. വിടവാങ്ങിയ ഒരാളെ തേടി വേണ്ടപ്പെട്ടവർ എത്തുക എന്നത് സ്വാഭാവികം. വിടവാങ്ങിയതിന്റെ 1-ാം വാർഷിക ദിനത്തിൽ അണമുറിയാതെയുള്ള ആൾത്തിരക്ക് അദ്ദേഹത്തെ എത്രമാത്രം കേരള ജനത സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. 2023 ജൂലൈ 18 ഞെട്ടലോടെയാണ് പുതുപ്പള്ളിയിൽ സൂര്യൻ ഉദിച്ചത്. ജനപ്രീതി ആസ്വദിച്ച ജനപ്രിയന്റെ വിയോഗ വാർത്ത കേരളത്തെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തി. പിന്നീടുള്ള രാപ്പകലുകൾ കേരളത്തെ കണ്ണീരിലാഴ്ത്തിയത് എത്രമാത്രമാണെന്ന് വിലാപയാത്രയിൽ കേരളം കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ ചേതനയേറ്റ മൃതശരീരവുമായി നടത്തിയ വിലാപയാത്രയെ ആബാലവൃത്തം ജനങ്ങൾ കണ്ണീർ പൊഴിച്ചാണ് സ്വീകരിച്ചത്. വെയിലും മഴയും വകവയ്ക്കാതെ വഴിയരികിൽ കാത്തുനിന്ന മനുഷ്യർ തങ്ങൾക്ക് ലഭിച്ച സഹായത്തിന്റെയും കരുതലിന്റെയും കഥകൾ പങ്കുവച്ച് വിലപിച്ചു. നല്ലൊരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആളുകൾ അവർക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു. രാഷ്ട്രീയ ആരോപണങ്ങൾ മനസാക്ഷിയുടെ കോടതിയെ മുൻനിർത്തി നേരിട്ട ഉമ്മൻചാണ്ടിയെ കേരള ജനത സ്വീകരിച്ചത് ഇടനെഞ്ചിലായിരുന്നു എന്ന് കാലം തെളിയിച്ചു. 80-ൽ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയപ്പോൾ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാർക്ക് കൊടുത്ത വാക്കാണ് എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ എത്തുമെന്ന്. 40 വർഷം ആ വാക്ക് പാലിച്ചു. ചികിത്സയ്ക്കായി ബംഗളൂരിലേക്ക് തിരിക്കും വരെ നാട്ടിൽ ഒരു മരണമുണ്ടായാൽ അവിടെ എത്തുക എന്നത് ഉമ്മൻചാണ്ടിക്ക് നിർബന്ധമായിരുന്നു. നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് തിരക്കിലാണ് എങ്കിൽ തിരികെ പുതുപ്പള്ളിയിലെത്തുന്ന ആദ്യ ദിവസത്തെ പരിപാടി മരണവീടുകളിലെ സന്ദർശനമായിരുന്നു. കാരണം പുതുപ്പള്ളിയിലെ ഓരോ വീടും ഉമ്മൻചാണ്ടിയുടെ കുടുംബമാണ്. നിയമസഭയിൽ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന വൈഭവമായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. എതിരാളികൾക്ക് പരമാവധി സംസാരിക്കാൻ അവസരം നൽകിയ ശേഷം അതിൽ തിരിച്ചടിക്കുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സഭയിലെ പോരാട്ട ശൈലി. ഒരു കുറിപ്പിന്റെയും പിൻബലമില്ലാതെ ചരിത്രത്തിൽ നിന്നുള്ള ഏത് സംഭവവും സാഹചര്യത്തിനൊത്ത് എടുത്ത് പ്രയോഗിക്കാനുള്ള ഓർമ്മ പ്രസിദ്ധമായിരുന്നു. 2005 കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണത്തെ നേരിട്ടത് പെൻഷൻ കൊടുത്തു തീർക്കാതെ താൻ ഇനി ശമ്പളം കൈപ്പറ്റില്ല എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു. ചികിത്സയ്ക്കായി പോയ നാളുകളിൽ ഉമ്മൻചാണ്ടി പ്രത്യേക ദൂതൻ വഴി സ്പീക്കർക്ക് കൃത്യമായ കത്ത് നൽകിയാണ് അവധിയെടുത്തത്. തന്റെ ഇടത്തോടെ നിയമസഭയിൽ നിന്ന ഉമ്മൻചാണ്ടി വേദനയോടെ നിന്ന ഒറ്റ സംഭവമേ സഹപ്രവർത്തകർക്ക് ഓർമ്മയുള്ളൂ. അത് പ്രതിപക്ഷത്തിരിക്കെ VS അച്യുതാനന്ദൻ ഉയർത്തിയ വ്യക്തിപരമായ പദപ്രയോഗം കേട്ടായിരുന്നു. MLA-മാരുടെ അടുത്തേക്ക് പാർട്ടി നേതാക്കളുടെ കത്തുമായി എത്തി ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന കാലത്ത് വ്യത്യസ്തനായിരുന്നു കുഞ്ഞുഞ്ഞ്. ശത്രുക്കൾക്ക് പോലും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന വ്യത്യസ്തൻ. ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം ഉയരുവാനുള്ള കാരണം വേറെ അന്വേഷിക്കേണ്ട എന്നത് സാരം. വാളെടുത്ത സ്വന്തം ശിഷ്യനെ വിലക്കിയ യേശുക്രിസ്തുവിനെ അനുസ്മരിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ കണ്ണൂരിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ സ്വീകരിച്ച നിലപാട്. സംസ്ഥാന വ്യാപക ഹർത്താലിന് നേതൃത്വം തയ്യാറായപ്പോൾ അത് വിലക്കി. തന്റെ പേരിൽ ഒരു അക്രമവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തു. സോളാർ, ബാർക്കോഴ, പാലാരിവട്ടം പാലം അഴിമതി തുടങ്ങി നിരവധി അഴിമതി ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർന്നു. എന്നാൽ അക്ഷോഭ്യനായി ഇതെല്ലാം നേരിട്ട ഉമ്മൻചാണ്ടി മനസാക്ഷിയുടെ കോടതിയിൽ
തെറ്റുകാരനല്ല എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നു. ജീവിത രാഷ്ട്രീയ പ്രതിസന്ധികളിലെല്ലാം അദ്ദേഹം അഭയം തേടിയത് പുതുപ്പള്ളി പള്ളിയിലായിരുന്നു. ഒടുവിൽ സകല അന്വേഷണ കമ്മീഷനുകളും മരണശേഷം ക്ലീൻ ചീറ്റ് നൽകിയപ്പോൾ ഉമ്മൻചാണ്ടി സ്വർഗത്തിലിരുന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടാകാം. ഇന്ന് പുതുപ്പള്ളി പള്ളിയിലെ ഖബറിടത്തിൽ ഉമ്മൻചാണ്ടി വിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ജനപ്രവാഹമാണ്. മാറ്റി നിർത്തിയ സഭ തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു അൽമായന് ഇടമൊരുക്കിയ സ്ഥലമാണത്. മാറ്റി നിർത്തിയവർക്ക്, വേദനിപ്പിച്ചവർക്കെല്ലാം പുഞ്ചിരി സമ്മാനിച്ച നേതാവ് നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ കർത്താവിനെ ക്രൂശിച്ച ശേഷം ഇവൻ നീതിമാനായിരുന്നുവെന്ന് ശതാധിപൻ പറയുന്നതിനോട് സാമ്യം തോന്നുന്നതിൽ അത്ഭുതവുമില്ല. നാടിന്റെ ഇത്രമേൽ സ്നേഹിച്ച നേതാവിന് അവിടം വിട്ടു പോകാൻ സാധിക്കില്ല എന്ന് പുതുപ്പള്ളിക്കാർ വിശ്വസിക്കുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം ഇപ്പോഴും അവിടെയുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഇന്ന് പുതുപ്പള്ളിക്ക് പുണ്യാളൻ ഒന്നല്ല, രണ്ടാണ്.